നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവർ. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം സജീവും ഭാര്യയും ആത്മഹത്യ ചെയ്തുവെന്ന് നിഗമനം. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. ഭരണപക്ഷ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുകയാണെന്നും സാബുവിന്റെ മരണത്തിന് കാരണക്കാരായ റൂറൽ സൊസൈറ്റി ജീവനക്കാരെ ജോലിയിൽ തിരിച്ചെടുത്തത് ഇതിന് തെളിവാണെന്നും ആരോപണം. അതേസമയം സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ജലവിഭവ വകുപ്പിന്റെ ഡാമുകളിൽ ഏർപ്പെടുത്തിയ ശേഷം പിൻവലിച്ച വിവാദ ബഫർ സോൺ ഉത്തരവ് KSEBയുടെ ഡാമുകളിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. സംസ്ഥാനത്ത് KSEBയുടെ നിയന്ത്രണത്തിലുള്ളത് 59 ഡാമുകൾ. നീക്കം ഈ ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്താൻ. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട തനിക്ക് ഒരു അന്വേഷണ സംഘത്തിന്റെയും നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ് MP. നിർധന കുടുംബത്തിന് അനന്തു ധനസഹായം നൽകിയിരുന്നു. ഇതിന്റെ രേഖകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. പാതിവില തട്ടിപ്പ് വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വിശദമായ വാർത്തകൾ. ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം സജീവും ഭാര്യയും ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക വിവരം. ഉപ്പുതറ 9 ഏക്കർ കാവിരിമട്ട സ്വദേശി പട്ടത്തമ്പലം സജീവ് മോഹൻ, ഭാര്യ രേഷ്മ, മക്കളായ ദിയ, ദേവൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓട്ടോ ഡ്രൈവറായിരുന്ന സജീവിന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വാഹനത്തിന്റെ ഫൈനാൻസ് ഉണ്ടായിരുന്നു. അടവ് മുടങ്ങിയതോടെ നിരന്തര ഭീഷണി ഉണ്ടായി. ഇതേ തുടർന്നാണ് മകനും കുടുംബവും ആത്മഹത്യ ചെയ്തതെന്ന് സജീവിന്റെ പിതാവ് മോഹൻ ആരോപിച്ചു. വണ്ടിക്ക് ഫൈനാൻസ് 1,40,000 രൂപ അടച്ചിട്ടുണ്ട്. ബാക്കി CC അടയ്ക്കുന്നത് മാസം 2 മാസത്തെ കുടിശ്ശിക വന്നെന്ന് അയാൾ വിളിച്ച് കണ്ടമാനം പേര് വിളിച്ച് ഏലപ്പാറക്കാരൻ. അതിൻ്റെ അവൻ വിളിച്ച് പേര് വിളിച്ച് എന്നെയും വിളിച്ച് പഴയ സമയത്ത് പോയിട്ട് 5-6 കോളി വിളിച്ചിട്ടുണ്ട്. പേര് വിളിക്കാൻ ഭീഷണിപ്പെടുത്തുവാൻ ഞങ്ങളെ. ആ കാരണത്തിന് എൻ്റെ ചെറുക്കം പോയത് ഇവന്മാർ ഞാൻ സിയോട് പറഞ്ഞിട്ടുണ്ടെന്നല്ല. ആ കട സാഗരത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കടയാണ്. ഞാൻ ഈ 30-ാം തീയതി തന്നെ പൈസ തന്നേക്കാൻ ഞാൻ വീട് വിറ്റ് തരാമെന്ന് പറഞ്ഞാൽ താൻ കോപ്പൊന്നും വിൽക്കുന്ന താൻ വിൽക്കണമെന്ന് കാണട്ടെന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നലെ 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ മകനും വിളിച്ചിട്ടുണ്ട്. ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയെന്ന് പറഞ്ഞു. നീ അത് വേണ്ട, ഞാൻ സ്ഥലം വെച്ച് നമുക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ. സജീവിന്റെ അമ്മയാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത്. തുടർന്ന് അയൽവാസികൾ ഉപ്പുതറ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പറഞ്ഞു. അപ്പോൾ പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു പുറത്താണെന്നാണ് അറിയുന്നത്. അപ്പം 6 വർഷമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ പലപ്പോഴായിട്ട് ഈ പ്രൈവറ്റ് ഫിനാൻസിലെ ആൾ ഓടിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് കുടുംബാംഗങ്ങളും ബാക്കിയുള്ള വ്യക്തികളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് 2 കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇടുക്കി SP അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പൂപ്പാറയിൽ 1.5 വയസ്സുകാരനെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശി ദശരഥന്റെ മകൻ ശ്രേയസ് രാജാണ് മരിച്ചത്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൂപ്പാറ കോരമ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ പടുതാക്കുളത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏലത്തോട്ടത്തിലെ ജോലിക്കാരനായ ദശരഥ് തോട്ടത്തിലെ ഷെഡിൽ കുട്ടിയെ ഉറക്കിക്കിടത്തിയ ശേഷം ജോലിക്ക് പോവുകയായിരുന്നു. എന്നാൽ തിരികെ എത്തിയപ്പോൾ കുട്ടി വീട്ടിൽ ഇല്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു. അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം, രാവിലെ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ ഒരു ഷെഡിൽ കിടത്തി ഉറക്കിയിട്ട് പോയതാണെന്നും അദ്ദേഹം ഈ കുരങ്ങിനെ ഓടിക്കുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കുരങ്ങിനെ ഓടിക്കാൻ പോയിട്ട് തിരികെ ഏകദേശം ഒരു 11 മണിയോടെ വന്നു നോക്കുമ്പോൾ കുട്ടി അവിടെ ഇല്ല ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് എല്ലാവരും കൂടി അന്വേഷിച്ചപ്പോൾ പടുതാക്കുളത്തിൽ കുട്ടി വീണ് മരിച്ചു കിടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 1.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. അത് പോലീസ് ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു.
ഉറക്കം എണീറ്റ കുട്ടി ഷെഡിന് മുൻപിലെ പടുതാക്കുളത്തിൽ അബദ്ധത്തിൽ വീണതാകാമെന്നും നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ നമ്മളിത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഇവിടെ ഇതാക്കാവുന്ന ഒരു ഷെഡാണ്. ആ ഷെഡിൽ ഉറക്കി എടുത്തിട്ട് എൻ്റെ അച്ഛൻ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കൊച്ചു അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴി കാല് വേച്ച് വീണതാകാനാണ് സാധ്യത. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. ഭരണപക്ഷ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുകയാണെന്നും സാബുവിന്റെ മരണത്തിന് കാരണക്കാരായ റൂറൽ സൊസൈറ്റി ജീവനക്കാരെ ജോലിയിൽ തിരിച്ചെടുത്തത് ഇതിന് തെളിവാണെന്നും മേരിക്കുട്ടി പറഞ്ഞു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം മടക്കി കിട്ടാതെ വന്നതോടെയാണ് കഴിഞ്ഞ ഡിസംബർ 20 സാബു തോമസ് ആത്മഹത്യ ചെയ്തത്. ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അപമാനിച്ച് ഇറക്കിവിട്ടെന്ന് വ്യക്തമാക്കിയുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ തിരിച്ചെടുത്തു. ഇത് ഭരണപക്ഷ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുന്നതിന്റെ തെളിവാണെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കേസ് കൊടുക്കും. വെറുതെ വിടരുത്, ഇവരെ വെറുതെ വിടരുത്. ശിക്ഷ തന്നെ കൊടുക്കണം. ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. കാരണം അവരെ സസ്പെൻഷനിലായവരിരുന്ന് ജോലി ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ ഈയിടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിന് അവിടെ ചെന്നായിരുന്നു. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഞങ്ങൾ ഇട്ട പൈസ, ഞങ്ങൾ ലോൺ എടുത്ത പൈസ, ഞങ്ങൾ വിഡ്രോ ചെയ്ത പൈസ, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയണം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അന്നേരത്തേക്കും അവിടെ ഇരുന്ന റെജിയും സുജയ് അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരിറങ്ങി ഞങ്ങളെ കണ്ടപ്പോഴത്തേനും പതുക്കെ ഒഴിഞ്ഞു മാറി. അവരെ തിരിച്ചെടുത്ത് ഒട്ടും ന്യായകരമല്ല. കാരണം ഈ ഒരു പാവം മനുഷ്യനെ കൊന്നിട്ട്, കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പീഡിപ്പിക്കുന്ന ഓഡിയോകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കൃത്യമായ തെളിവുകളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു? തെളിവുകൾ ഹാജരാക്കിയിട്ടും CPM നേതാവ് VR സജിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും മേരിക്കുട്ടി ആരോപിച്ചു. ഞങ്ങളുടെ ജീവിതം തീർത്ത് കളഞ്ഞു. ഒരു തരത്തിലും ഞങ്ങൾക്ക് മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ഞങ്ങളും പിള്ളേരും. ഞങ്ങൾക്ക് ഒരു തരത്തിലും പറ്റാത്ത അവസ്ഥയിലാണ്. പാവങ്ങളുടെ പൈസ ഇട്ട് എന്തിനു കളിക്കുന്നു? സാവു ആത്മഹത്യാക്കുറിപ്പിൽ VR സജിയുടെ പേരെഴുതിയിട്ടില്ല. അതാണ് കാരണം പറയുന്നത്. പക്ഷേ ഞങ്ങളെ 1.5 വർഷമായിട്ട് ഈ ബോർഡ് മെമ്പേഴ്സും ഉണ്ട്, ഇതിനകത്തെല്ലാം ആൾക്കാരുണ്ട്. അവരെല്ലാം പല രീതിയിലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വീണ്ടും പോലീസിനെ തന്നെ സമീപിക്കാനായിരുന്നു മറുപടി. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് CPMന്റെ നിലപാട് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി CB വർഗീസ്. കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത് ഒരു ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. VR സജിയുടെ കാര്യത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു. സജിയുടെ പേരിൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണല്ലോ. അത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. ഒരാളിനോടൊരു വാദം സംബന്ധിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് തന്നെ പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമായ ഒരു ഭരണപരമായ നടപടിയുടെ ഭാഗമായി വരുന്നൊരു കാര്യമല്ലേ ഉള്ളൂ. അവരിപ്പോൾ കോടതിയിലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പോയി ഒരു ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിനെ പരിഹരിക്കപ്പെടേണ്ട നിയമപരമായ ചില സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ജലവിഭവ വകുപ്പിന്റെ ഡാമുകളിൽ ഏർപ്പെടുത്തിയ ശേഷം പിൻവലിച്ച വിവാദ ബഫർ സോൺ ഉത്തരവ് KSEBയുടെ ഡാമുകളിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നു. സംസ്ഥാനത്ത് 59 ഡാമുകളാണ് KSEBയുടെ നിയന്ത്രണത്തിലുള്ളത്. ഈ ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്താനാണ് നീക്കം. മാർച്ച് 25 അൻവർ സാദത്ത് MLAയുടെ നിയമസഭയിലെ ചോദ്യത്തിന് വൈദ്യുതി മന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 59 ഡാമുകളാണ് KSEBയുടെ നിയന്ത്രണത്തിലുള്ളത്. ഈ ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്താനാണ് നീക്കം. KSEB ഡാമുകളിൽ 37 എണ്ണവും ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ്. കഴിഞ്ഞ ഡിസംബർ 26 ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച ബഫർ സോൺ തീരുമാനിച്ച് ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കിയത്. ഇതിൽ ആദ്യ 20 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണവും പാടില്ലെന്നും 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് മാർച്ച് 25 നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. അതിനിടെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിവാദ ഉത്തരവ് പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അതേ ദിവസം തന്നെയാണ് KSEB ഡാമുകളിൽ ബഫർ സോൺ വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് വൈദ്യുതി മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചത്.
ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്താനുള്ള തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡല കമ്മിറ്റി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇരട്ടയാറിന്റെ വികസനത്തെ പൂർണ്ണമായി ഇരുളിലടയ്ക്കുന്ന നടപടിയാണിത്. സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ജനകീയ സമരം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ബഫർ സോൺ പ്രഖ്യാപിച്ച് നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റി രംഗത്ത്. ഉത്തരവ് നടപ്പായാൽ ഇരട്ടയാർ ടൗൺ പൂർണ്ണമായും ബഫർ സോണിന്റെ പരിധിയിലാകും. ഡാമിന്റെ പരമാവധി ജലനിരപ്പിനുള്ളിൽ പഞ്ചായത്തിലെ 7 വാർഡുകൾ ഉൾപ്പെടും. ഇതോടെ സ്കൂൾ, കൃഷിഭവൻ, വില്ലേജ് ഓഫീസ്, മൃഗാശുപത്രി, പഞ്ചായത്ത് സാംസ്കാരിക നിലയം, നാലുമുക്ക് പള്ളി, ശാന്തിഗ്രാം ക്ഷേത്രം, ശാന്തിഗ്രാം ഗവൺമെന്റ് സ്കൂൾ തുടങ്ങിയവയെല്ലാം ബഫർ സോണിലാകും. ഭാവിയിൽ ഇവിടെ നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടാകും. ഈ ഉത്തരവ് നടപ്പിലാക്കിയാൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ പൂർണ്ണമായി ബഫർ സോണിന്റെ പരിധിയിൽ വരികയാണ്. ടൗൺ പൂർണ്ണമായി മാത്രമല്ല, ഇരട്ടയാർ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 7 വാർഡുകൾ പൂർണ്ണമായും 2 വാർഡുകൾ ഭാഗികമായും ഈ ബഫർ സോണിന്റെ പരിധിയിൽ വരുന്ന ഭയാനകമായ സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുപോലെ തന്നെ ഇരട്ടയാർ വില്ലേജ് ഓഫീസ്, കൃഷിഭവന്, മൃഗാശുപത്രി, പഞ്ചായത്ത് സാംസ്കാരിക നിലയം, ഇരട്ടയാർ നാലുമുക്ക് പള്ളികൾ, ശാന്തിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രം, ശാന്തിഗ്രാം സ്കൂൾ തുടങ്ങി നിരവധി പൊതുസ്ഥാപനങ്ങളും ബഫർ സോണിന്റെ ഉള്ളിലാവും. ഭാവിയിൽ ഇവയൊന്നും ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റാത്ത വിധം വലിയ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ഇത് ഇരട്ടയാറിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല എങ്കിലും ഈ സംസ്ഥാനത്തെ മുഴുവൻ KSCBയുടെ ഉടമസ്ഥയിലുള്ള ഡാമുകൾക്ക് ചുറ്റും ഇത് വരുന്നതാണ് എങ്കിലും തികച്ചും കാർഷിക ഗ്രാമമായ ഈ ഇരട്ടയാറിൽ ഇതുണ്ടാകുന്നതിനുള്ള ഭവിഷ്യത്തുകൾ വളരെ കൂടുതലാണ്. ഇരട്ടയാറിൽ KSCBക്ക് ആവശ്യമുള്ള സ്ഥലം ജണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട്. ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലം ആവശ്യമില്ലെന്നും ഇവിടെ പട്ടയം നൽകുന്നതിൽ തടസ്സമില്ലെന്നും 2004 UDF സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉത്തരവിറക്കിയിരുന്നു. തുടർന്നാണ് 10 ചെയിൻ മേഖലയിൽ പട്ടയം നൽകിയത്. ബഫർ സോൺ ഉത്തരവിൽ വൈദ്യുതി ബോർഡിന്റെ ഡാമുകളും ഉൾപ്പെട്ടാൽ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ജണ്ടയ്ക്കുള്ളിലെ സ്ഥലത്തിന് മാത്രമേ വൈദ്യുതി ബോർഡ് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്തിട്ടുള്ളൂ. ജണ്ടയ്ക്ക് പുറത്ത് നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ജനകീയ സമരം നടത്തുമെന്നും ഇവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി, പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് തച്ചാമ്പറമ്പിൽ, ജോസുകുട്ടി അരിപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ്, ജോയി ഒഴുകിയിൽ എന്നിവർ പങ്കെടുത്തു. ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള KSCBയുടെ നീക്കത്തിനെതിരെ BJP. ജില്ലയിലെ 24 ഡാമുകളുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവരെയാകും തീരുമാനം പ്രതികൂലമായി ബാധിക്കുക. ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് പറഞ്ഞു. ഓൾറെഡി നിർമ്മാണ നിരോധനം എന്ന് പറയുന്ന ഒരു വലിയ ഇടുത്തി ഈ ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ നിലനിൽക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ബഫർ സോണിന് ചുറ്റും 20 മീറ്ററിൽ ഒരു നിർമ്മാണം നടക്കുകയില്ല, 100 മീറ്ററിനുള്ളിൽ നിർമ്മാണങ്ങൾ വേണമെങ്കിൽ NOC വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഈ വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജില്ല ഇടുക്കിയാണ്. കാരണം ഇടുക്കി ജില്ല ഒരു ഡാമുകളുടെ ജില്ലയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്രയും ഡാമുകളുടെ മറ്റൊരു ജില്ലയും സംസ്ഥാനത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇടുക്കിയിലെ ജനങ്ങളെ നിരന്തരമായിട്ട് വേട്ടയാടുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള സമര പരിപാടികൾ അത് BJPയുടെ നേതൃത്വത്തിൽ നടക്കും. അതുകൂടാതെ BJP ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകൾ അവരോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഈ വിഷയത്തെ നേരിടും. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട തനിക്ക് ഒരു അന്വേഷണ സംഘത്തിന്റെയും നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ് MP. നിർധന കുടുംബത്തിന് അനന്തു ധനസഹായം നൽകിയിരുന്നു. ഇതിന്റെ രേഖകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയതാണെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. എനിക്കൊന്നും കിട്ടിയിരുന്നില്ല. ആരാ പറഞ്ഞത്? ഇല്ലെന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പൊ അത് സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയം ആരോടും പറയാം, വിളിച്ചോട്ടെ. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സ്ഥാനികർക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാരന് വീട് നിർമ്മിക്കാൻ വേണ്ടി അയാളോട് ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അയാൾ അക്കൗണ്ടിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടല്ലോ, സംശയമുള്ള ആർക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. പാതിവില തട്ടിപ്പ് വിഷയത്തിൽ പ്രതികരണവുമായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. അനന്തു കൃഷ്ണന്റെ ആരോപണത്തിൽ അടിസ്ഥാനമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ല. അന്വേഷണം വന്നാൽ അതുമായി സഹകരിക്കും. CPM ജില്ലാ സെക്രട്ടറി എന്ന പേരിലോ വ്യക്തിപരമായോ ഏതെങ്കിലും പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് മുൻപ് മാധ്യമങ്ങൾ തന്നെ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
ആരുടെയെങ്കിലും ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നും CB വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു. നിങ്ങൾ തന്നെ അന്വേഷണം നടത്തി, അന്വേഷണ പത്രപ്രവർത്തനം നടത്തി. CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് കാര്യത്തിൽ വലിയ പങ്കൊന്നുമില്ല. ഇതാന്ന് തന്നെ നിങ്ങൾ തന്നെ കണ്ട പങ്കില്ലാതെ സംഭവത്തിനകത്ത് എനിക്ക് 25 ലക്ഷം തന്ന് തങ്കമണി ബാങ്കിൽ ഇട്ടെന്നാണല്ലോ പറഞ്ഞത്. അത് നിങ്ങൾ പോയി അന്വേഷണം നടത്തി. എല്ലാ അന്വേഷണവും നിങ്ങൾ നടത്തിയതാണല്ലോ. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് കിട്ടിയാൽ കിട്ടുന്നതിന് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിലപാട് ശരി അത്രേ ഉള്ളൂ. അതിപ്പോൾ ഒരു നോട്ടീസ് കിട്ടിയാൽ അത് സംബന്ധിച്ച് സഹകരിക്കണോ വരണമല്ലോ. അത് വരട്ടെ, വരുമ്പോൾ നമുക്ക് എടുക്കാം. കിട്ടാതെ ഒരു നിങ്ങളുടെ നോട്ടീസ് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. നോട്ടീസ് വരട്ടെ, നോട്ടീസ് കിട്ടട്ടെ. നോട്ടീസ് കിട്ടുമ്പോൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് അന്നേരം നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കും. അംബേദ്കർ അയ്യൻകാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിലേക്ക് 22-ാം തീയതി മാർച്ച് നടത്തും. സ്മൃതി മണ്ഡപത്തിന് മേൽക്കൂരയും അനുബന്ധ നിർമ്മാണങ്ങളും നടത്താൻ അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തുന്നതിനാണ് ഭരണസമിതിയുടെ നീക്കം. കൗൺസിൽ അജണ്ടയിൽ നഗരസഭയിലെ മുൻ ചെയർമാനും ഭരണകക്ഷിയിലെ ചില കൗൺസിലർമാരും പക്ഷപാതപരമായി പെരുമാറിയതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 22-ാം തീയതി രാവിലെ 10 മണിക്ക് നഗരസഭാ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തും. ചുറ്റുമതിൽ, മേൽക്കൂര തുടങ്ങിയ നവീകരണത്തിനായി 4,95,000 രൂപയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിൽ അനുവദിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുണഭോക്തൃ സമിതി മുഖേന നഗരസഭാ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നഗരസഭയിലെ മുൻ ചെയർമാനും ഭരണകക്ഷിയിലെ ചില കൗൺസിലർമാരും പക്ഷപാതപരമായി പെരുമാറിയതായി ഭാരവാഹികൾ ആരോപിച്ചു. ഇത് ഉണ്ടായില്ല എങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് നീങ്ങുകയുള്ളൂ. സമാധാനപരമായും ഞങ്ങൾക്കിതൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഇത് ഇപ്പം പ്രതിപക്ഷകാല വർണ്ണോഷം എന്നുള്ള രീതിയൊന്നും ഞങ്ങളുടെ ഇടയിലില്ല. ഞങ്ങളുടെ ഇടയിൽ ഒരു സമുദായ സ്നേഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും സംഘടനകളും ഇപ്പോൾ ഇവിടെ KPMS ഉണ്ട്, CSDS ഉണ്ട്, KSSകാരുണ്ട്, PRDSകാരുണ്ട്, അപ്പോഴുള്ള ഒട്ടനവധി സംഘടനകൾ കോർഡിനേഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അത് ഒരു നല്ല രീതിയിലേക്ക് പോയി അത് വേണ്ട രീതിയിലുള്ള 5 ലക്ഷം രൂപയോളം ഉണ്ട്. അത് നല്ലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതൊരു ഗ്ലാസ് ഇട്ട് വൃത്തിയായി നിർത്തുന്നതിലേക്കായിട്ട് അത് ഒരു അവിടെ മീറ്റിങ്ങിൽ പറഞ്ഞത് വെറും ഒരു അയ്യങ്കാളി, വെറും ഒരു അംബേദ്കർ എന്നുള്ള സംസാരത്തിലേക്കൊക്കെയാണ് വന്നത്. അപ്പോൾ ഈ ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഭരണഘടന അനുസരിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണഘടനാ ശില്പിയുടെ പ്രതിമയും അതുപോലെ തന്നെ കേരളം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാന നായകനായ മഹാത്മാ അയ്യങ്കാളിയുടെയും പ്രതിമയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഗുരുനാഥന്മാരായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഫണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. മഹാന്മാരെ അധിക്ഷേപിച്ചവർ ദളിത് സമൂഹത്തോട് മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അവരെ അന്ന് ആ ഒരു കൗൺസിൽ യോഗത്തിൽ വെച്ച് ദളിത് സമൂഹത്തെ അപമാനിക്കുകയും ഞങ്ങളുടെ മഹാരഥന്മാരായ ഡോക്ടർ BR അംബേദ്കറെയും അയ്യങ്കാളി ഗുരുദേവനെ ആക്ഷേപിച്ച കൗൺസിലർമാർ മാപ്പ് പറയുകയും അവരെ തൽസ്ഥാനം രാജിവെച്ചുവിടുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം അറിയിക്കുകയാണ്. മുൻ ചെയർമാനും നിലവിലെ കൗൺസിലറും ഭരണപക്ഷത്തുള്ള ചില കൗൺസിലർമാരും അംബേദ്കർക്കെതിരെ അധിക്ഷേപപരമായി സംസാരിച്ചെന്നും ഇവർ ആരോപിച്ചു. ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇതിന്റെ പേരിലാണ് ആക്ഷേപം കൊള്ളുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് ഭൂമി തന്നിട്ടില്ലേ? അംബേദ്കർ അയ്യങ്കാളി പ്രതിമ കട്ടപ്പനെ പണിത് വെച്ചിട്ടില്ലേ? അത് നനയാതിരിക്കാനുള്ള കാര്യം ഞങ്ങൾ മന്ത്രിയോടല്ലേ ചോദിച്ച് ഫണ്ട് മേടിച്ചത്. അതിന് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് എന്താണ് കുഴപ്പം? കട്ടപ്പന മുനിസിപ്പാലിറ്റി ഫണ്ട് ഞങ്ങൾ മേടിച്ചില്ലല്ലോ. അത് നനയാതിരിക്കാനുള്ള ബന്ധം ഞങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല, അവകാശങ്ങളില്ല. ദളിതന്മാരുള്ള ഞങ്ങൾ ദളിത രീതിയിൽ തന്നെ പഴയ അടിമത്തം കട്ടപ്പനയെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഒത്തുകൂടി ഞങ്ങളോട് കാണിക്കുന്നത് ഈ വഞ്ചന. വാർത്താസമ്മേളനത്തിൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VS ശശി, നഗരസഭാ കൗൺസിലർ ബിനു കേശവൻ, KSS ജില്ലാ സെക്രട്ടറി രാജൻ KR, രാജു ആഞ്ഞിലിത്തോപ്പിൽ, രാജീവ് രാജു, തങ്കമ്മ രാജു, മോബിൻ ചോണി, സുരേഷ് കൂത്രപ്പള്ളി, രാജു AK, ബിജു പൂവത്താനി, സുരേഷ് രാജു, നാരായണൻ MK, ബിജോ PT, സിദ്ധാർത്ഥൻ S, MK സുരേഷ് എന്നിവർ പങ്കെടുത്തു. കാൽവരി മൗണ്ട് വെള്ളിയാങ്കല്ലിൽ വൻ ചാരായവേട്ട. ചീരങ്കുന്നേൽ സ്കറിയ മാത്യുവിനെ ചാരായം മാറ്റുന്നതിനിടയിൽ തങ്കമണി എക്സൈസ് സംഘം പിടികൂടി. 19 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. ഏലകൃഷിയുടെ മറവിലാണ് വൻതോതിൽ ചാരായം വാറ്റിയിരുന്നത്. തങ്കമണി എക്സൈസ് റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാൽവരി മൗണ്ട് വെള്ളിയാങ്കല്ലിലാണ് പരിശോധന നടന്നത്. സംഭവത്തിൽ അനധികൃത വാറ്റു നടത്തിയിരുന്ന ചീരങ്കുന്നേൽ സ്കറിയ മാത്യുവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടം കേന്ദ്രീകരിച്ചായിരുന്നു അനധികൃത വാറ്റ് നടന്നിരുന്നത്. പരിശോധനയിൽ 19.5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ ലക്ഷ്യമിട്ട് ഇവിടെ വൻതോതിൽ ചാരായം വാറ്റുന്നതായി എക്സൈസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ MP പ്രമോദ് പറഞ്ഞു. കാൽവരി മൗണ്ട്
വെള്ളിയാങ്കല്ല് കരയിൽ നടത്തിയ പരിശോധനയിൽ വെള്ളിയാങ്കല്ല് സ്വദേശിയായ ചീരങ്കുന്നേൽ വീട്ടിൽ മാത്യു മകൻ സ്കറിയ ചാരായം വാറ്റിക്കൊണ്ടിരുന്ന സ്ഥലത്ത് വെച്ച് ടിയാനെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുള്ളതാണ്. പ്രതിയുടെ പക്കൽ നിന്നും 19.5 ലിറ്റർ ചാരായവും 35 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയിട്ടുള്ളതാണ്. പ്രതി വിഷു ഈസ്റ്റർ മുന്നിട്ട് കണ്ടുകൊണ്ട് വൻ ലാഭത്തിന് വേണ്ടി ചാരായം വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാരായം വാറ്റുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. മറ്റ് ടിയാനെ സഹായിച്ച ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവധി ദിനങ്ങളോടനുബന്ധിച്ച് വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ തങ്കമണി എക്സൈസ് റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സൈജിമോൻ ജേക്കബ്, പ്രിവന്റീവ് ഓഫീസർ JNP ജോൺ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ജിൻസൺ CN, ജോഫിൻ ജോൺ, വനിതാ എക്സൈസ് ഓഫീസർ ഷീന തോമസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അമൽ, ആനന്ദ് വിജയൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതിയെ ഇടുക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൊടുപുഴ പുറപ്പുഴ കുണിഞ്ഞിയിൽ വാഹനങ്ങൾക്കും പുകപ്പുരയ്ക്കും തീപിടിച്ച് വൻ നാശനഷ്ടം. കുണിഞ്ഞി സ്വദേശി പഴയമ്പാറ വീട്ടിൽ മാത്യുവിന്റെ വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിറകുപുരയ്ക്കും വാഹനങ്ങൾക്കുമാണ് തീപിടിച്ചത്. കുണിഞ്ഞി സ്വദേശി പഴയമ്പാറ വീട്ടിൽ മാത്യുവിന്റെ വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിറകുപുരയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറിനാണ് ആദ്യം തീപിടിച്ചത്. ഇത് പിന്നീട് വിറകുപുരയിലേക്കും അവിടെ സൂക്ഷിച്ചിരുന്ന ഏകദേശം 30 കിലോ ഒട്ടുപാലിലേക്കും പടരുകയായിരുന്നു. പുലർച്ചെയായതിനാൽ സംഭവം ആദ്യം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീട് വിവരം അറിഞ്ഞപ്പോഴേക്കും തീ വലിയ രീതിയിൽ പടർന്നിരുന്നു. വീട്ടുകാർ സംഭവം ഫയർഫോഴ്സിൽ അറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴയിൽ നിന്ന് 2 യൂണിറ്റ് സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. തീപിടുത്തമുണ്ടായതിന്റെ തൊട്ടടുത്ത സേനയുടെ വാഹനം എത്തിച്ചേരാവുന്ന വിധത്തിൽ വഴി ഉണ്ടായിരുന്നില്ല. പിന്നീട് തീപിടുത്തത്തിൽ കത്തിയ കാറിലെയും ബൈക്കിലെയും തീ അണച്ചതിനൊപ്പം വിറകുകളിലേക്കും ഒട്ടുപാലിലേക്കും പടർന്ന തീയും നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ വിറകുപുരയുടെ മേൽക്കൂര ഉൾപ്പെടെ കത്തി നശിച്ചു. വാഹനത്തിലെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 3,70,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വനിതകൾക്ക് നീതിയും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ MC ജോസഫൈൻ മുഖ്യ പങ്കുവഹിച്ചതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച MC ജോസഫൈൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കട്ടപ്പന നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിന് മുന്നോടിയായി മുതിർന്ന അംഗം പതാക ഉയർത്തി. അരനൂറ്റാണ്ട് നീണ്ട പ്രവർത്തന കാലയളവിൽ തൊഴിലാളികളും സാധാരണക്കാരുമായ വനിതകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് MC ജോസഫൈൻ മുൻതൂക്കം നൽകിയതായി നേതാക്കൾ പറഞ്ഞു. വനിതാ കമ്മീഷന്റെയും വനിതാ വികസന കോർപ്പറേഷന്റെയും അധ്യക്ഷയായിരിക്കെ സേവനങ്ങൾ സ്ത്രീ സമൂഹത്തിനായി പരമാവധി അവർ പ്രയോജനപ്പെടുത്തിയതായും നേതാക്കൾ അനുസ്മരിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയ ശ്രദ്ധ ആകർഷിച്ച പല വിഷയങ്ങളിലും സംഘപരിവാർ വലതുപക്ഷ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു MC ജോസഫൈനെന്ന് അവർ പറഞ്ഞു. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഇത്രയേറെ മാതൃകാപരമായി ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക എന്നതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഈ കേരളത്തിന് ആ കാലയളവിൽ ദർശിക്കാനായിട്ടുണ്ട് എന്നതാണ്. അതേപോലെ തന്നെയാണ് വിവിധ തൊഴിലാളി സംഘടനകളുടെയൊക്കെ നേതാവായിരുന്ന ഘട്ടത്തിൽ ആ വിഭാഗങ്ങളുടെ ഏത് മേഖലയിലാണ് ഉത്തരവാദിത്തം വേണ്ടത്, ഏത് തൊഴിൽ സംഘടനയുടെ നേതാവായിട്ടാണോ സഖാവ് പ്രവർത്തിച്ചതെങ്കിൽ ആ മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള അതിശക്തമായ ഇടപെടലായിരുന്നു സഖാവ് ജോസഫൈൻ നടത്തിയത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് തിലോത്തമ സോമൻ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ലിസി സോമൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, നിർമ്മല നന്ദകുമാർ, സുധർമ്മ മോഹനൻ, ജലജ വിനോദ്, P രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് വണ്ടൻമേട് കരുണാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറ്റുകുഴിയിൽ സായാഹ്ന ധർണ നടത്തി. DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും കർഷകരോടുള്ള വഞ്ചനയ്ക്കെതിരെയുമാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ഷാജി തത്തമ്പള്ളി
അധ്യക്ഷത വഹിച്ച യോഗം DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് മുമ്പിൽ നിൽക്കുന്നു കൃഷിക്കാരനായിട്ടുള്ള ആളുകളുണ്ട്. വായ്ക്കരണം വെക്കുന്ന നിലയിൽ ഈ നാട്ടിൽ കൃഷിയായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുമോ? കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഭൂവിഷയങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ ജനം, ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ ഈ നാട്ടിലെ കോടതികളുടെയും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരവധി കേസുകൾ വന്ന് ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ തലയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോ ഒരു സമാശ്വാസത്തിന്റെ മറുപടി നിങ്ങളെ MLA ആയിരിക്കുന്ന MM മണിയിലൂടെയെങ്കിലും ഈ നാട്ടിലെ പാവപ്പെട്ടവന് കൊടുക്കാൻ അല്ലയോ മിസ്റ്റർ പിണറായി നിങ്ങളുടെ ഗവൺമെന്റ് കഴിഞ്ഞോ? ഭൂപതിന് ചട്ടം എവിടെ നിൽക്കുന്നു? എത്രയോ നാളായി നിയമസഭയിൽ പാസാക്കിയിട്ട് എല്ലാ വിഷയങ്ങളും പരിഹരിക്കുമെന്നാണല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കാണാൻ നേതാക്കന്മാർക്ക് പേടിയാണ്. CPM-ന്റെ ജില്ലയിലെ നേതാക്കന്മാർക്ക് പേടിയാണ്. മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. മുഖ്യമന്ത്രി ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നപ്പോ നമ്മുടെ അഭിവന്ദ്യനായ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ കൊച്ചുപുരയ്ക്ക് അച്ഛനടക്കം എത്രയോ പ്രാവശ്യമാണ് എന്റെ അടുക്കൽ വന്ന് എന്നെ കൂടെ കൂട്ടി ഉമ്മൻചാണ്ടിയെ കാണാൻ പോയത്. ഒരു വർഷത്തിൽ 10 തവണയിലും ഉമ്മൻചാണ്ടിയെ അച്ഛനൊക്കെ കൂടി കണ്ടിട്ടുണ്ട്. ഇപ്പൊ അച്ഛന്റെ പേര് പോലും കേൾക്കാനില്ല. ഞാൻ വിമർശിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. CPM-ന്റെ CV വർഗീസ്, MM മണി അടക്കമുള്ള നേതാക്കന്മാർ ഇടുക്കി ജില്ലയിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള വിഷയമുണ്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അതുപോലും കണക്കാക്കാതെ ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്ന കാര്യം ഞാൻ ചോദിക്കുകയാണ്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോസ് മുത്തനാട്ട, B ശശിധരൻ നായർ, KA എബ്രഹാം, മറ്റ് നേതാക്കളായ ജോബൻ പാനോസ്, ബാബു അത്തിമുട്ടിൽ, PT വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷക്കെടുതിയിൽ നശിച്ചുപോയ വിളകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വിലക്കയറ്റവും നികുതി വർധനവും തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കർഷക കോൺഗ്രസ് വണ്ടൻമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജോബൻ പാനോസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷന് മുന്നോടിയായി പീരുമേട് ഏരിയാതല വനിതാ കൺവെൻഷൻ നടന്നു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MT ലിസി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഈ മാസം 11-ാം തീയതി ചെറുതോണിയിലാണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് പീരുമേട് ഏരിയാതല വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മഹിളാ അസോസിയേഷൻ പീരുമേട് ഏരിയ സെക്രട്ടറി ലിസി ബാബു അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MT ലിസി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഏതാണ്ട് എനിക്കറിയാം. ഇപ്പം ഒരു 15 വർഷത്തിന് മുമ്പൊക്കെ ഇവിടുന്ന് നമ്മുടെ വണ്ടിപ്പെരിയാർ ഹൈസ്കൂളിൽ നമ്മളൊന്ന് എടുത്ത് നോക്കേണ്ടതാണ്. വണ്ടിപ്പെരിയാർ ഹൈസ്കൂളിൽ നമ്മൾ പോയാൽ ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം കൂടി ഇരിക്കുന്നതിന് വേണ്ടി ഒരേ ഒരു ബാത്റൂം, മേൽക്കൂരയില്ലാത്ത ഒരു ബാത്റൂമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാത്റൂമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അന്ന് ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് ഒരു അവസരത്തിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പരിപാടിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് ഓർത്ത് നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ മേൽക്കൂരയില്ലാത്ത ഒരു ബാത്റൂമിൻ്റെ കീഴിലാണ് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം പോയിക്കൊണ്ടിരുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, ജീവിത ചുറ്റുപാടുകൾ, വിദ്യാഭ്യാസ ഉന്നമനം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം TK മോഹനൻ, പീരുമേട് ഏരിയ സെക്രട്ടറി സിജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ച അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. രാജ്യത്ത് പാചകവാതക വിലയിൽ വീണ്ടും വർധനവുണ്ടായ സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സൂചകമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു P കുര്യാക്കോസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഈ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കുറ്റി ഗ്യാസിന് 430 രൂപയായിരുന്നു. ഇപ്പോൾ 1050 രൂപയായി. അന്ന് മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരെല്ലാവരും കോൺഗ്രസ് സർക്കാരിൻ്റെ മുമ്പിൽ സമരം ഇരുന്നൊക്കെ നമുക്കറിയാം. ഇന്ന് ഇവരൊക്കെ എവിടെ പോയി? ഈ നേതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടോ? ഈ പാവപ്പെട്ട തൊഴിലാളികൾ, സാധാരണക്കാർ, അവർക്ക് ഈ ഗ്യാസിന് വില കൂട്ടുമ്പോൾ 50 കൂട്ടിയെന്ന് പറഞ്ഞാൽ ദൈവത്തിനറിയാം. മേടിക്കാൻ ചെല്ലുമ്പോൾ 100 രൂപ. നമ്മുടെ മിനിമം 50 കൂട്ടിയാൾക്ക് ടാക്സുമായി വേറെ കാശ് വരുക. അതുപോലെ സെസ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ കൊടുത്താൽ കാശില്ല എന്ന് പറഞ്ഞ് അന്ന് 2% സെസ് ഏർപ്പെടുത്തിയവര് വീണ്ടും വന്നേക്കുള്ളൂ 2% സെസ്. ഒന്ന് ആലോചിച്ചേ, ഈ സർക്കാരിനൊരു നാണമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് യോഗത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി.
പ്രതിഷേധ പ്രകടനം ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. DCC ഭാരവാഹികളും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഹൈറേഞ്ചിൽ ഇഞ്ചി കൃഷി വിസ്മൃതിയിലേക്ക്. വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ്. നഷ്ടം ബാക്കിയാക്കി ഇഞ്ചി കൃഷി മലയിറങ്ങി തുടങ്ങിയെന്നാണ് കർഷകർ പറയുന്നത്. ശേഷിക്കുന്ന ഇഞ്ചി കൃഷിയിടങ്ങളും മറ്റു വിളകളിലേക്ക് ചുവടുമാറുകയാണ്. വർദ്ധിച്ച കൃഷിച്ചെലവ് ഇഞ്ചി കർഷകരുടെ നടുവൊടിക്കുന്നു. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ പ്രധാന കൃഷികളിലൊന്നായിരുന്നു ഇഞ്ചി കൃഷി. എന്നാൽ ഇന്ന് ഇഞ്ചി കൃഷി ഹൈറേഞ്ചിൽ നിന്നും പതിയെ പടിയിറങ്ങുകയാണ്. തൊട്ട് മുൻ വർഷങ്ങളിൽ കിലോയ്ക്ക് 100 രൂപ വരെ ലഭിച്ചിരുന്ന പച്ച ഇഞ്ചിക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില 30-ൽ താഴെ മാത്രമാണ്. 1 കിലോ ഇഞ്ചിക്ക് 200 രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ച കാലവുമുണ്ട്. തൊഴിലാളികൾക്കുള്ള കൂലിയും വളപ്രയോഗവുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ കൃഷിക്കായി മുടക്കിയ തുക പോലും പലർക്കും ഇപ്പോൾ തിരികെ കിട്ടുന്നില്ല. കടം വാങ്ങിയും വായ്പയെടുത്തും മറ്റും കൃഷി ഇറക്കുന്നവരാണ് ഏറെ വലയുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണ് കൃഷി നടത്തേണ്ടതെങ്കിലും മിക്ക കർഷകരും ഇഞ്ചി കൃഷിയിൽ നിന്നും പിന്മാറിയ മട്ടാണ്. കൃഷിക്കായി വേണ്ടുന്ന സ്ഥല ലഭ്യതക്കുറവും കർഷകർക്ക് വെല്ലുവിളിയാകുന്നു. ഒരു തവണ ഇഞ്ചി കൃഷി ചെയ്ത സ്ഥലത്ത് അടുത്ത വർഷം വീണ്ടും കൃഷി ചെയ്താൽ വിളവ് കുറയും. അതിനാൽ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും. ഒരേ സ്ഥലത്ത് തന്നെ ഇഞ്ചി കൃഷി ചെയ്യണമെങ്കിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ മറ്റു വിളകൾ പരീക്ഷിക്കേണ്ടതായി വരും. ഇത് ഇഞ്ചിയേക്കാൾ നഷ്ടം കുറവായി തോന്നിയാൽ കർഷകർ അതിൽ തുടരാൻ നിർബന്ധിതരാകുകയും ചെയ്യും. അയൽ സംസ്ഥാനങ്ങളിലെ ഹൈടെക് ഇഞ്ചി ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടൺ കണക്കിന് ഇഞ്ചി കുറഞ്ഞ വിലയിൽ കേരളത്തിലെത്തുന്നുണ്ട്. വർദ്ധിച്ച കൃഷിച്ചെലവും ഇഞ്ചി കർഷകരുടെ നടുവൊടിക്കുന്നു. അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിഷുച്ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിഷരഹിത പച്ചക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിഷു വിപണി ഒരുക്കിയിരിക്കുന്നത്. JLG അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികളാണ് വിപണി വഴി വിതരണം ചെയ്യുന്നത്. വിപണിയുടെ ആദ്യ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രാവശ്യം വിഷുചന്തയുടെ ഉദ്ഘാടനം വിഷുചന്ത ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മയുടെയും ഒക്കെ വിഷു ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടി വിഷുചന്ത ഉദ്ഘാടനം. വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ്, ഷൈമോൾ രാജൻ, നിഷ വിനോജ്, കുടുംബശ്രീ ചെയർപേഴ്സൺ രജിത ഷാജൻ, പഞ്ചായത്ത് സെക്രട്ടറി അജി TR എന്നിവർ സംസാരിച്ചു. തോപ്രാംകുടി മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂളിൽ നടന്നുവന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ റാലി നടത്തി. കട്ടപ്പന മേഖലാ സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജെറിൻ കളപ്പുരയ്ക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു. മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂളിൽ 3 ദിവസങ്ങളിലായി മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പ് നടന്നുവരികയാണ്. ദൈവവചന പഠനത്തോടൊപ്പം വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. പത്തനംതിട്ട റേഞ്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു വർഗീസ് കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തിരുവല്ല അതിരൂപത മതബോധന ഡയറക്ടർ ഫാദർ സന്തോഷ് അഴകത്ത് ക്യാമ്പ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിച്ചു. ക്യാമ്പിന്റെ സമാപന ദിവസമാണ് മേരിഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും മരിയൻ പബ്ലിക് സ്കൂളിലേക്ക് ലഹരിവിരുദ്ധ റാലി നടത്തിയത്. കട്ടപ്പന മേഖലാ സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജെറിൻ കളപ്പുരയ്ക്കൽ റാലി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബജീവിതങ്ങളെ എല്ലാം കാർന്നു തിന്നുന്ന അതിവിപത്തായിട്ടുള്ള ലഹരിക്കെതിരെ നമ്മൾ ഇന്ന് ശബ്ദമുയർത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ലഹരി ഉപയോഗ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം, സമൂഹ ജീവിതം എല്ലാം താറുമാറായി പോവുകയാണ്. നിങ്ങളിന്ന് ഈ മുദ്രാവാക്യങ്ങളുടെ പറഞ്ഞതുപോലെ 1000 ലഹരി വിരുദ്ധ കൈകൾ ഈ വിപത്തിനെതിരെ ഉയരുമ്പോൾ തീർച്ചയായിട്ടും ഈ വിപത്തിനെ നമുക്ക് എന്നേക്കുമായിട്ട് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. സ്കൂൾ മാനേജർ ഫാദർ തോമസ് ഇടത്തുമ്പടിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് ഇളമതയിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുവല്ല അതിരൂപതയുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ നടന്ന മലങ്കര ബൈബിൾ ഓറിയന്റേഷൻ ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ ലഹരി വിരുദ്ധ റാലിയും നടത്തി. ഫിയാത്ത് 2K25 എന്ന പേരിലാണ് കട്ടപ്പന ജ്യോതിസ് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് 2 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന് ബ്രദർ അരുൺ പുതുപ്പറമ്പിൽ നേതൃത്വം നൽകി. സെന്റ് പോൾസ് ബെഥനി കോൺവെന്റിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി ദേവാലയത്തിൽ സമാപിച്ചു. ഫാദർ ഓസ്റ്റിൻ തെക്കേതിൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല അതിരൂപതയുടെ ഈ വർഷത്തെ കുഞ്ഞുങ്ങളുടെ ക്യാമ്പിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധതയ്ക്ക് വേണ്ടിയുള്ള ഒരു യജ്ഞം ഇവിടെ നടത്തപ്പെടുകയാണ്. കുഞ്ഞ് മക്കൾ
ലഹരിയോട് നമുക്ക് വിട പറയാം, ലഹരി നമുക്ക് വേണ്ട എന്ന മുദ്രാവാക്യവുമായി ഈശോ നമ്മുടെ ലഹരിയായി നമ്മുടെ ജീവിതത്തെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നിർവൃതിയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കുഞ്ഞുമക്കൾ നടത്തിയ റാലിയുടെ അവസാന ഭാഗത്താണ് നാം ആയിരിക്കുക. ഈ കുഞ്ഞുമക്കളുടെ ആഗ്രഹങ്ങളോട് ചേർന്ന്, ഈ കുഞ്ഞുമക്കളോട് ചേർന്ന് നമുക്കും സമൂഹത്തോട് ഒന്നായി പറയാം, ലഹരി ഞങ്ങൾക്ക് വേണ്ട, ലഹരിയോട് എന്നേക്കുമായി വിട പറഞ്ഞുകൊണ്ട് ധന്യമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈ കുഞ്ഞുമക്കളോടൊപ്പം നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഫാദർ സ്റ്റാൻലി തെങ്ങുവേലിൽ, കട്ടപ്പന മേഖലാ സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജോസഫ് കളപ്പുരയിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോൺ പാൽക്കുളം, ഫാദർ ഡാനിയൽ തോട്ടാപുര എന്നിവർ നേതൃത്വം നൽകി. കാമാക്ഷി പാറക്കടവ് ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഉത്സവത്തിന്റെ തുടക്കം മുതലുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു. കൂടാതെ വിവിധ പ്ലോട്ടുകളുടെയും കാവടി, വാദ്യമേളങ്ങൾ എന്നിവയുടെയും അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്രയും നടന്നു. കാമാക്ഷി നിന്നും ആരംഭിച്ച താലപ്പൊലി, കാവടി വളരെ ഭംഗിയായിട്ട് ഏതാണ്ട് 500ഓളം താലങ്ങളുടെയും അതുപോലെ നിശ്ചല ദൃശ്യങ്ങളും കാവടിയും അതുപോലെ ഫ്ലോട്ടുകളൊക്കെ കൂടി ഈ വർഷം വളരെ ഗംഭീരമായി ദേവിയുടെ ഉത്സവം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ കൊടിയിറക്ക് മംഗളപൂജയോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. കൊച്ചിൻ തരക് ബീച്ചിന്റെ ഗാനമേളയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ സുജു ശാന്തി, KS പ്രസാദ്, സുരേഷ് കാച്ചനോക്കൽ, അനൂപ് കുമാർ, വനിതാ സംഘം ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, കുമാരി സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കട്ടപ്പന വാഴവര വാകപ്പടിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അംഗനവാടി കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു. കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന ക്ലോസറ്റ് അടക്കമുള്ള വസ്തുക്കൾ മോഷണവും പോയി. 4 വർഷം മുമ്പ് നിർമ്മിച്ച അംഗനവാടി പ്രവർത്തന സജ്ജമാക്കാൻ നഗരസഭ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. 4 വർഷം മുമ്പാണ് വാഴവര വാകപ്പടിയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അങ്കണവാടി നിർമ്മിച്ചത്. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി പ്ലംബിംഗ് അടക്കമുള്ള അനുബന്ധ നിർമ്മാണങ്ങളും തീർത്തു. എന്നാൽ അങ്കണവാടി പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയായിരുന്നു. രാത്രിയാകുന്നതോടെ മദ്യപ സംഘത്തിന്റെ കേന്ദ്രമാവുകയാണ് ഇവിടം. ഇതോടെ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ 2 വർഷം മുമ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു അംഗൻവാടി കെട്ടിടമാണിത്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇത് സാമൂഹിക വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഇതുണ്ട്, ഈ ലോക്കൊക്കെ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയേക്കാണ്. കൂടാതെ ഇവിടെ എല്ലാം കൊണ്ട് മാലിന്യം ഇട്ടേക്കുന്നു, സമീപത്ത് കൊണ്ട് വേസ്റ്റുകൾ കത്തിച്ചേക്കുന്നു, അവിടുത്തെ പൈപ്പുകളെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്ന ഒരവസ്ഥയാണ്. ഇതും ഇവിടുത്തെ സമീപവാസികൾക്ക് ഭീഷണിയായിക്കൊണ്ട ഒരു അവസ്ഥയാണ്. വൈകുന്നേരം മദ്യപിക്കുക, ബഹളം ഉണ്ടാക്കുക, ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ വർഷം ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനൊരു കെട്ടിടം ഉണ്ടാക്കി മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വെറുതെ കളയുന്നൊരവസ്ഥയാണ്. അപ്പം ഈ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ തന്നെ BJP ഈ ഒരു പ്രശ്നവും ഗൗരവമായിട്ട് കണ്ട് നല്ല ഒരു ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. മദ്യപ സംഘത്തിന് പുറമെ സാമൂഹിക വിരുദ്ധർ കെട്ടിടത്തിനുള്ളിലെ പല വസ്തുക്കളും മോഷ്ടിച്ചു കടത്തി. PVC പൈപ്പുകളും വാഷ് ബേസിനും ഫൈബർ കതകം, ശുചിമുറിയിലെ ക്ലോസറ്റ് ഉൾപ്പെടെയുള്ളവയും നഷ്ടപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങൾക്ക് പുറമെ ആളുകൾ മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രം കൂടിയാവുകയാണ് കെട്ടിടത്തിന്റെ പരിസരം. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം ഇത്തരത്തിൽ നശിച്ചിട്ടും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിരവധി പരാതികൾ അറിയിച്ചിട്ടും മുഖം തിരിക്കുന്ന സമീപനമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് BJP മണ്ഡലം ഭാരവാഹികൾ ആരോപിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 170. വിൽപ്പനയ്ക്ക് വന്നത് 40,535. വിൽപ്പന നടന്നത് 39,810. കൂടിയ വില 3000, ശരാശരി വില 2,521. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ. ഏലം കൂടിയ വില 2,500. ഏലം ശരാശരി വില 2,300. കാപ്പിപ്പരിപ്പ് 440, ഗ്രാമ്പു 750, കൊക്കോ 90, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,560 രൂപ. വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവർ. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം സജീവും ഭാര്യയും ആത്മഹത്യ ചെയ്തുവെന്ന് നിഗമനം. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. ഭരണപക്ഷ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുകയാണെന്നും സാബുവിന്റെ മരണത്തിന് കാരണക്കാരായ റൂറൽ സൊസൈറ്റി ജീവനക്കാരെ ജോലിയിൽ തിരിച്ചെടുത്തത് ഇതിന് തെളിവാണെന്നും ആരോപണം. അതേസമയം സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത് ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ജലവിഭവ വകുപ്പിന്റെ ഡാമുകളിൽ ഏർപ്പെടുത്തിയ ശേഷം പിൻവലിച്ച വിവാദ ബഫർ സോൺ ഉത്തരവ് KSEBയുടെ ഡാമുകളിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. സംസ്ഥാനത്ത് KSEBയുടെ നിയന്ത്രണത്തിലുള്ളത് 59 ഡാമുകൾ. നീക്കം ഈ ഡാമുകളിൽ ബഫർ സോൺ ഏർപ്പെടുത്താൻ. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട തനിക്ക് ഒരു അന്വേഷണ സംഘത്തിന്റെയും നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ് MP. നിർധന കുടുംബത്തിന് അനന്തു ധനസഹായം നൽകിയിരുന്നു. ഇതിന്റെ രേഖകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. പാതിവില തട്ടിപ്പ് വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.